ഹായ് ഹലോ. ഇന്നുണ്ടല്ലോ ഉച്ചക്കത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല നങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നങ്കെന്നാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഈ മീനിന് മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഫിഷ് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മയൊക്കെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത്. നമ്മുടെ തീക്കനലുണ്ടല്ലോ, തീക്കനലിൽ ഒന്ന് ചുട്ടെടുക്കും കേട്ടോ, അതിൻ്റെ സ്കിന്ന് മാത്രം. എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കും. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ മീറ്റ് ഒരു കാരണവശാലും വെന്ത് പോരുത്. അതിൻ്റെ സ്കിന്ന് മാത്രം കനലിലൊന്ന് പൊള്ളിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇത് ചെയ്യാൻ എനിക്കറിയില്ലേ, അമ്മയാണ് സാധാരണ ഇതൊക്കെ ചെയ്യാറ്. ഞാൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ മീറ്റൊക്കെ വെന്ത് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുമേ അങ്ങനെ തൊടാറില്ല. പിന്നീട് അതൊന്ന് ക്ലീൻ ആക്കിയൊക്കെ ഞാൻ എടുത്തിട്ടോ. എന്നിട്ട് അതാ ഇങ്ങനെ വരഞ്ഞ് വെച്ച് ആദ്യം തന്നെ ഉള്ളതിൽ ഏറ്റവും മുഴുത്തൊരു നങ്കെടുത്ത് ഫ്രൈ ആക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, ഈ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് കുഴക്കാൻ ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഫിഷിലങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം ഫ്രീസറിലേക്ക് വെക്കണേ. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ ആ മസാല എല്ലാം അത് ഫിഷിനകത്തേക്ക് പിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. പറ്റിയാൽ ഒരു അരമണിക്കൂർ വെക്കാം. ഒരിടക്കുണ്ടല്ലോ ഇവിടെ എപ്പോഴും കിട്ടുമായിരുന്നു കേട്ടോ ഈ മീൻ. ഇപ്പോൾ അങ്ങനെ ഒരുപാടായി കിട്ടിയിട്ട്. ഇതിന് വലിയ ദശയൊന്നും ഇല്ലെങ്കിലേ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കായലിലെയും കൂടിയാണല്ലോ. കായലിലെ മീനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പൊതുവേ. അങ്ങനെ ഒരെണ്ണം ഫ്രൈ ചെയ്യാൻ എടുത്തിട്ട് ബാക്കി അങ്ങ് കറി വെക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു എളുപ്പ പരിപാടിയാണ് കേട്ടോ ഇത്. മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് അരച്ചെടുക്കണം. മിക്സിയിലാണ് അരക്കുന്നത്. എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അങ്ങ് ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ അതങ്ങനെ കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് മീൻകറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ വെള്ളമൊക്കെ ഈ കൂടത്തിൽ തന്നെ ചേർക്കണേ. എന്നിട്ട് ഉപ്പും അതുപോലെ പുളിയും കൂടി ഇട്ട് അടുപ്പത്തേക്ക് അങ്ങ് വെക്കണം. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. പിന്നെ പച്ചമുളക് ചേർക്കാവേ. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടോ. പച്ചമുളക് ഉണ്ടായിരുന്നില്ല, പകരം എന്ത് ചെയ്തു, കാന്താരി മുളകാണ് കേട്ടോ ചേർത്തത്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ കാന്താരി ഒത്തിരി നിപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 5-10 കാന്താരി മുളക് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടിക്കാണ്ടാണ് ചേർത്തത്. കുഞ്ഞും പറഞ്ഞേ കാന്താരി പൊട്ടിക്കേണ്ട, ചുമ്മാ ചേർത്താൽ മതി, അതാ ടേസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിളച്ചങ്ങ് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളകിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊള്ളിക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ച് എരിവും കുറയും, ടേസ്റ്റുമാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് കടുകും ആവശ്യത്തിന് ഉലുവയും ചേർത്ത് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയിലെ അതുകൂടി ചതച്ചിട്ട് അങ്ങ് മൂപ്പിക്കണം കേട്ടോ. ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ കറിക്കകത്തേക്ക് അതുകൂടി അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കണേ. ഇളക്കി വന്നപ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥ കണ്ടോ. ഇതെന്ത് പറ്റിയെന്നല്ലേ, ഇപ്പം ഞാൻ ചട്ടിയിൽ ചുറ്റിക്കുന്ന കണ്ടില്ലേ മീൻ കറി. അങ്ങനെ ചുറ്റിച്ചതാണേ. അപ്പോൾ പിടിച്ച തുണിയുണ്ടല്ലോ, തുണിയുടെ അറ്റം താഴോട്ട് ഇച്ചിരി കിടപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അത് നേരെ തീ കയറി പിടിച്ചു അതുമേട്ട്. അപ്പോൾ എൻ്റെ കൈ അതുമേട്ട് നന്നായിട്ടൊന്ന് കൊണ്ടു. അതിൻ്റെ ഒരു നീറ്റലുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിക്കും. ഞാൻ വേഗം തന്നെ പോയി പേസ്റ്റ് ഇട്ടു. പേസ്റ്റ് കെമിക്കലാണെന്നൊക്കെ അറിയാം, എന്നാലും അതിട്ടാലേ ആ പുകച്ചിലൊക്കെ ഒന്ന് മാറുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നേ. അത് വേഗം അരിഞ്ഞെടുത്ത്. അരിഞ്ഞത് ഞാനല്ല കേട്ടോ, കുഞ്ഞുവനാണേ. ഞാൻ അരിഞ്ഞ ഇനിയൊന്നും തീരില്ലാന്നും പറഞ്ഞ് കുഞ്ഞുവും മേടിച്ചരിഞ്ഞിട്ടോ. എന്നിട്ട് ഒന്ന് തോരൻ വെച്ചിട്ടോ. ചീരയുടെ കൂടെ ഇടാനൊന്നും ഉണ്ടായിരുന്നില്ലേ. സാധാരണ ചെമ്മീനോ ചക്കക്കുരുവോ ഒക്കെ ഇട്ടാണ് കേട്ടോ ഉലത്താറ്. അതുകൊണ്ട് ഇത്തവണ അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചുമ്മാ ഒരു ചീരത്തോരൻ അങ്ങ് വെച്ചിട്ടോ. ഒരു തോരനാകുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഗുണമല്ലേ, എങ്ങനെ വെച്ചാലും അത് ഗുണമാണ്, ടേസ്റ്റുമാണ്. അങ്ങനെ ചീരത്തോരനായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് വേപ്പിൻചോട്ടിലേക്കാണ്. 2 വേപ്പ് പൊട്ടിച്ചെടുത്ത് കേട്ടോ. ഇവിടെ വേപ്പിൽ അത്ര കാര്യമായിട്ടൊന്നുമില്ല, ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ആ കൊണ്ടുവന്ന വേപ്പില അങ്ങയിട്ട് മീനും വെച്ച് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് അങ്ങ് മുരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സാലഡും ഉണ്ടാക്കിയിട്ടാ. എന്നിട്ട് ദാ ഫിഷ് ഫ്രൈയും മീൻ കറിയും അതുപോലെ ചീരത്തോരനൊക്കെ കൂട്ടി വയറ് നിറച്ച് ചോറും കഴിച്ചേ. മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ വേറെ എന്ത് കറി വേണം അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എനിക്ക് പക്ഷേ എന്തെങ്കിലും ഒരു പച്ചക്കറി വേണം കേട്ടോ, അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്, നോൺ വെജ് ആണോ അതോ വെജ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ രണ്ടും കൂടി മിക്സിംഗ് ആണോ? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.